ഹലോ ഗൈസ്, വെൽക്കം ടു ആർക്കേഷൻ ടൈംസ്. അപ്പോൾ ഈ ഒരു ഡിസംബർ മാസം ഒരുപാട് പടങ്ങൾ റിലീസ് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സലാർ, സാക്ക് സ്നൈഡറിൻ്റെ റെബൽ മൂൺ, അങ്ങനെ നിറയെ പടങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിൽ വന്ന് നിറയെ പേര് കാത്തിരിക്കുന്ന ഒരു പടം തന്നെയായിരിക്കും അക്വാമൻ 2 ദ ലോസ്റ്റ് കിങ്ഡം. നമ്മുടെ DCUയുടെ ലാസ്റ്റത്തെ മൂവി എന്ന് പറയേണ്ടി വരും. ആക്ച്വലി ഫ്ലാഷ് ആണ്, ബട്ട് ഇപ്പം ഈ ഒരു പടം കൂടി ചേർത്താൽ ഇതാണ് ടെക്നിക്കലി ലാസ്റ്റത്തെ DCU മൂവി എന്ന് പറയേണ്ടി വരും. കാരണം ഇതിന് ശേഷം ഇനി നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ മൂവീസാണ് വരാൻ പോകുന്നത്. സൂപ്പർമാൻ ലെഗസിയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു അക്വാമൻ 2 കാണുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നേരെ വീഡിയോട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു പടവും ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ജെയിംസ് ബോണ്ട് തന്നെയാണ്. അതായത് കഴിഞ്ഞ അക്വാമൻ പടമൊക്കെ ചെയ്ത അതേ ഡയറക്ടറാണ് ചെയ്യുന്നത്. സോ ഈ ഒരു പടത്തിന് ആക്ച്വലി അത്യാവശ്യം ഒരു ഹൈപ്പ് ഈ പടത്തിനുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ DCയുടെ സിറ്റുവേഷൻ എന്തെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം DC വന്ന് ഇപ്പം ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ജെയിംസ് ഗൺ വന്ന് വല്ല മൂവീസും ചെയ്താലേ DC രക്ഷപ്പെടൂ എന്നുള്ള നിലയിലാണുള്ളത്. കാരണം ഇപ്പോൾ ഈ ഒരു ഇടയ്ക്ക് വന്ന എല്ലാ DC പടങ്ങളും 8 നിലയിലാണ് പൊട്ടിയത്. നമ്മുടെ ബ്ലാക്ക് ആഡം, പിന്നെ ശശാം 2, കൂടാതെ നമ്മുടെ ബ്ലൂ ബീറ്റിൽ, അങ്ങനെ ഫ്ലാഷ്, എല്ലാ പടങ്ങളും 8 നിലയിലാണ് പൊട്ടിയത്. സോ ഇനി DCയുടെ ഗതി എന്തെന്ന് ഉള്ളൊരു ക്വസ്റ്റ്യനിലാണ് ഉള്ളത്. സോ അപ്പോൾ ഇപ്പോൾ വരാൻ പോകുന്ന മൂവി അക്വാമൻ 2 ആണ്. സോ ഇപ്പോഴത്തെ ചില ക്രിറ്റിക്സൊക്കെ വെച്ച് ഈ ഒരു പടവും ഫ്ലോപ്പ് ആവും എന്നാണ് പറയണത്. സോ അത് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ചിലപ്പോൾ ഈ പടം ഹിറ്റാവാം, ചിലപ്പം ഫ്ലോപ്പ് ആവാനും ചാൻസസ് ഉണ്ട്. കാരണം DCയുടെ ഇപ്പോഴത്തെ നില വെച്ച് നോക്കുമ്പോൾ ഈ പടം ജയിക്കും എന്നുള്ളൊരു കാര്യം ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ പേഴ്സണലായിട്ട് എനിക്ക് വന്ന ഒരു അക്വാമൻ 1 ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. സൂപ്പറായിട്ടുള്ള DC പടം, ഒരു എന്താ പറയുക, വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഒരു പടം. അപ്പോൾ അതേപോലെ അക്വാമൻ 2 വന്നാലും കൊള്ളാമെന്നേ പറയാൻ പറ്റും. ബട്ട് അതേപോലെ വരുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പൊന്നുമില്ല. കാരണം DCയുടെ അന്നത്തെ ആ ഒരു നിലയിൽ ഈ അക്വാമൻ പടം വന്നാണ് DC വേറെ ലെവലിലായത്. ആ പടം സൂപ്പർ പടമായിരുന്നു. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം, അതേപോലെ ഈ പടം വരുമോ ഇല്ലേ എന്താണെന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു പടത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പടത്തിൽ കണ്ട മിക്ക ക്യാരക്ടേഴ്സും വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജേസൺ മോമോയുടെ അക്വാമൻ അല്ലാതെ നമ്മുടെ ആംബർ ഹെഡിൻ്റെ മീര ക്യാരക്ടർ, പിന്നെ ഇതിലെ വില്ലനായിട്ട് ബ്ലാക്ക് മാൻഡ, കൂടാതെ അക്വാമാൻ്റെ ബ്രദർ, അങ്ങനെ എല്ലാ പേരും മിക്ക ആൾക്കാരും ഇതിൽ റിട്ടേൺ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് മാൻഡയുടെ കൈവശം ഒരു ട്രൈഡൻ്റ് ഉണ്ട്, ഒരു പ്രത്യേക ഒരു മാജിക്കൽ ട്രൈഡൻ്റ്. അത് ഫോക്കസ് ചെയ്തായിരിക്കും ഇതിൻ്റെ സ്റ്റോറി പോകാൻ പോകുന്നതാണ് പറഞ്ഞത്. ഈ ഒരു പടത്തിൽ വന്ന് നമ്മുടെ അക്വാമാൻ വന്ന് അഫ്കോഴ്സ് കിങ് ആണ്, അദ്ദേഹം കിങ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷേ എല്ലാവരും നമ്മുടെ അക്വാമാനെ കിങ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അക്വാമാൻ വന്ന് ഹാഫ് അറ്റ്ലാന്റിയനാണ്, ഹാഫ് ഹ്യൂമനാണ്. അതുകൊണ്ട് തന്നെ നിറയെ പേര് അദ്ദേഹത്തിനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു മൂവിയിൽ വന്ന് അക്വാമാൻ താനൊരു കിങ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ആ രീതിയിലായിരിക്കും ഇതിൻ്റെ സ്റ്റോറി പോകപ്പെടുന്നതാണ് പറയുന്നത്. കൂടാതെ നമ്മുടെ അക്വാമാൻ്റെയും മീര ക്യാരക്ടറിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, അവർക്കൊരു കുട്ടിയുണ്ട്. സോ ഒരു കുട്ടിയെ ഫോക്കസ് ചെയ്ത് ഇതിൻ്റെ സ്റ്റോറി പോകുന്നതാണ് പറയുന്നത്. അപ്പം അതാണ് ആൾമോസ്റ്റ് ഇതിൻ്റെ കഥയെന്ന് പറഞ്ഞത്. ഇപ്പോൾ ട്രെയിലർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റോറി മിക്കതും ഗസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മൂവി റിലീസാവുന്നത് ഡിസംബർ 21 തീയതിയാണ്. വേൾഡ് വൈഡായിട്ട് 22 തീയതിയാണ് റിലീസാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പടം വന്ന് ആൾമോസ്റ്റ് ഒരു അഡ്വഞ്ചർ മൂവിയും കൂടെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം ട്രെയിലർ ക്വാളിറ്റിയൊക്കെ കൊള്ളാം, VFX കൊള്ളാം, എങ്ങനെ ഇരിക്കുന്നു നമുക്കൊരു ഉറപ്പുമില്ല. സോ കൂടാതെ തന്നെ ഈ ഒരു പടത്തിൽ വന്ന് നമ്മുടെ ബ്ലാക്ക് മാൻഡ ഓഫ്കോഴ്സ് റിട്ടേൺ ആവുന്നുണ്ട്, വില്ലൻ. ആ ഒരു ട്രൈഡൻ്റ് ഒക്കെ വെച്ച് വരുന്നുണ്ട്. സോ മേ ബി ബ്ലാക്ക് മാൻഡ പടത്തിൽ വേറെ ലെവലായിരിക്കും എന്നാണ് തോന്നുന്നത്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്വാമാൻ്റെ ബ്രദറും ഈ ഒരു പടത്തിൽ റിട്ടേൺ ആവുന്നുണ്ട്. ബട്ട് ഈ ഒരു മൂവിൽ പറഞ്ഞ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആംബർ ഹെഡിൻ്റെ മീര ക്യാരക്ടറാണ്. കാരണം ആംബർ ഹെഡിൻ്റെ ഇഷ്യൂനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ട്രെയിലറിൽ തന്നെ ആംബർ ഹെഡിൻ്റെ ഫേസേ അവർ കാണിച്ചിട്ടില്ല, വളരെ ചുരുക്കമായിട്ടേ കാണിച്ചിട്ടുള്ളൂ. സോ പടത്തിൽ എന്തായാലും ആംബർ ഹെഡിന് റോൾ ഉണ്ടാകും. അപ്പോൾ അത് കാരണമാണ് ഈ പടത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം. ആംബർ ഹെഡ് ഉള്ളതാണ് പ്രശ്നം. മര്യാദയ്ക്ക് റീകാസ്റ്റ് ചെയ്താൽ മതി എന്നത് പ്രശ്നം സോൾവ് ആവുകയാണ്. ബട്ട് ആംബർ ഹെഡ് ഈ പടത്തിൽ അപ്പിയർ ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൂവി കാണുന്നതിന് മുമ്പായിട്ട് ഏതൊക്കെ പടങ്ങൾ കണ്ടിരിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അക്വാമൻ 1 കണ്ടിരിക്കണം. കാരണം അതാണ് ഒറിജിൻ, അതെന്തായാലും കണ്ടിരിക്കണം. പിന്നെ വേറെ DC പടങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. DC ഫാൻസിൻ്റെ ഇഷ്യൂ ഇല്ല, കാരണം അവരെല്ലാവരും കണ്ടിട്ടുണ്ട്. ബട്ട് ഞാൻ ഒരു ജനറൽ ഓഡിയൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ എന്തായാലും അക്വാമൻ 1 കാണണം. വേറെ പടങ്ങളൊന്നും കണ്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഇപ്പം DCയിൽ വലിയ കണ്ടിന്യൂറ്റി ഒന്നും അവരില്ല. കാരണം ഇതോടെ DCU അവസാനിക്കുകയാണ്. പുതിയ ജെയിംസ് ഗണ്ണിൻ്റെ DCU ആണ് ഇനി സ്റ്റാർട്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മൂവീസ് കണ്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ അപ്പോൾ ആരൊക്കെ അക്വാമൻ 2 വേണ്ടി വെയിറ്റിങ്ങിന് താരെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചില ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.